ഹലോ ഡിയേഴ്സ്, ഞങ്ങൾ എല്ലാവരും ചെറുക്കേക്കാവ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അനിലേട്ടൻ ഇന്ന് വർക്കിന് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഹർത്താലാണ്. ഒരു കുട്ടിയുടെ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചതിനെ തുടർന്ന് ആ കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നല്ലോ. അപ്പം അതിൻ്റെ പേരിലുള്ള ഹർത്താലാണിന്ന്. അപ്പം അത് കാരണം കൊണ്ട് ഇന്ന് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോകാൻ റെഡിയായി. ഇന്നിപ്പോൾ ഹർത്താൽ ഇല്ലെങ്കിലും അനിലേട്ടൻ വർക്കിന് പോവില്ല. അനിലേട്ടൻ എന്നല്ല, ഈ നാട്ടിലെ ഒരുവിധം ആരും പോവില്ല. കാരണം ഭഗവതിയുടെ പിറന്നാൾ ദിവസം അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളിതാ കാവ് ചെന്നപ്പോൾ അവിടെ മൊത്തം അലങ്കരിച്ചൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭഗവതിനെ തൊഴുതു അവിടെ മേളം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നമ്മളിങ്ങനെ തൊഴുതു നിൽക്കുന്ന സമയത്ത് ഈ ഒരു മേളം കൂടി കേൾക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക എനർജി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് തോന്നും. അങ്ങനെ നമ്മൾ മേളമൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം നമ്മൾ തൊഴുതിറങ്ങി പുറത്ത് ഇതാ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ കുറേ പേര് വരുന്നുണ്ട്, സദ്യക്ക് വേണ്ടി വരുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാം. അതിനോടൊപ്പം തന്നെ അവിടെ കുറച്ച് ചേച്ചിമാർ നിന്നിട്ട് നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്, നല്ല തണുത്ത നാരങ്ങ വെള്ളം. ഈ ചൂട് സമയത്ത് നമുക്കതൊരു അമൃത് പോലെയാണ് കേട്ടോ കുടിക്കുന്ന സമയത്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പിറന്നാൾ സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ആദ്യം തന്നെ കഴിക്കാൻ പോയി. ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പിലാണ് പോയത്. അങ്ങനെ പോയിട്ട് നമ്മളിത് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് സമാധാനമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ഇതായിരുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.